ബിനീഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ കണ്ടാൽ നമുക്കറിയാം തീരെ ചെറുപ്പമാണെന്ന് അല്ലേ. ഈ ചെറുപ്രായത്തിൽ കാവാലം പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ, കുട്ടനാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൻ്റെ വ്യക്തിത്വം തെളിയിച്ച് എപ്പോഴും വളരെ ഊർജ്ജസ്വലതയോടുകൂടി, വളരെയേറെ ആവേശത്തോടുകൂടി യുവജനങ്ങളുടെ ഒരു ഹരമായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. രണ്ടാൾക്കാർ കാട്ടിൽ മരം വെട്ടാൻ പോകും. ഈ മരം വെട്ടാൻ പോകുന്ന സമയത്ത് ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 8-10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നിടത്തു നിന്ന് അനങ്ങാതെ വെള്ളവും കുടിക്കാൻ പോകാതെ ആഹാരം കഴിക്കാൻ പോകുന്ന മരം വെട്ടുവാണ് ഒരുത്തൻ. വേറൊരുത്തനാണെങ്കിൽ എല്ലാ അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴും അവിടുന്ന് പോകുന്നു, ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെയാണ് ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡെയിലി വൈകുന്നേരം റിസൾട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഈ ഇടയ്ക്കിടയ്ക്ക് റിസൾട്ട് എടുക്കുന്നവരാണ് കൂടുതൽ മരം വെട്ടാൻ പറ്റുന്നത്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാണ് കൂടുതൽ മരം വെട്ടാനായിട്ട് പറ്റുന്നത്. മറ്റോ ഈ 8-10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ജോലി കിട്ടും, അവന് മരം വെട്ടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ഈ മരം കുറച്ച് വെട്ടുന്ന ആൾ, കൂടുതൽ അധ്വാനിക്കുന്ന ആൾ അവനോട് പോയി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന എൻ്റെ കോടാലിക്ക് മൂർച്ച പിടിപ്പിക്കാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകൾ പഠിക്കുക, അതിനിടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും സംഭവം വായിക്കാനോ എഴുതാനോ ഉണ്ടെങ്കിൽ അത്